സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഇപ്പോൾ റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഈ വരുന്ന പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ റെയിൽവേ ബോർഡ് രൂപീകൃതമായ വർഷം. ഇന്ത്യൻ റെയിൽവേ ബോർഡ് രൂപീകൃതമായ വർഷം 1905 1905 ഇന്ത്യൻ റെയിൽവേ ബോർഡ് രൂപീകൃതമായത്. 1905. കേരളത്തിൽ ആദ്യ ട്രെയിൻ സർവീസ് ആരംഭിച്ച വർഷം. കേരളത്തിലെ ആദ്യത്തെ ട്രെയിൻ സർവീസ് ആരംഭിച്ചത് ഏത് വർഷമാണ്? 1861. 1861 കേരളത്തിൽ ആദ്യത്തെ ട്രെയിൻ സർവീസ് ആരംഭിച്ചത്. 1861. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ തിരൂർ ബേപ്പൂർ ആണ്. തിരൂർ ബേപ്പൂർ കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ തിരൂർ ബേപ്പൂർ. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ഷൊർണൂർ ആണ്. ഷൊർണൂർ ആണ് കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസി പ്രഭുവാണ്. ഡൽഹൌസി പ്രഭുവാണ് ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത ബോംബെ താനെയാണ്. കേരളത്തിലെ നമ്മൾ നേരത്തെ പഠിച്ചു ഏതാണ്? തിരൂർ ബേപ്പൂർ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ പാത എന്ന് ചോദിച്ചാലും ബോംബെ താനെ. ഇന്ത്യയിൽ ആദ്യത്തെ ട്രെയിൻ സർവീസ് ആരംഭിച്ചത് എപ്പോഴാണ്? 1853 ഏപ്രിൽ 16 1853 ഏപ്രിൽ 16 ഇന്ത്യയിൽ ആദ്യത്തെ ട്രെയിൻ സർവീസ് ആരംഭിച്ചത്. 1853 ഏപ്രിൽ 16. ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയ്ക്ക് സർവീസ് നടത്തുന്ന തീവണ്ടി. ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയ്ക്ക് സർവീസ് നടത്തുന്ന തീവണ്ടി ഏതാണ്? മൈത്രി എക്സ്പ്രസ്. ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ സർവീസ് നടത്തുന്ന തീവണ്ടിയാണ് മൈത്രി എക്സ്പ്രസ്. ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗ്യമുദ്ര. ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗ്യമുദ്ര ബോലു എന്ന ആനക്കുട്ടിയാണ്. ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗ്യമുദ്ര ബോലു എന്ന ആനക്കുട്ടി. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈ ആണ്. ദക്ഷിണ റെയിൽവേയുടെ ആസ്ഥാനം ചെന്നൈ. നോർത്തേൺ റെയിൽവേ സോണിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. നോർത്തേൺ റെയിൽവേ സോണിന്റെ ആസ്ഥാനം ഏതാണ്? ന്യൂഡൽഹി. നോർത്തേൺ റെയിൽവേ സോണിന്റെ ആസ്ഥാനം ന്യൂഡൽഹി. ഇന്ത്യയിലെ ഏറ്റവും ഒടുവിൽ സ്ഥാപിതമായ റെയിൽവേ സോൺ. ഇന്ത്യയിൽ ഏറ്റവും ഒടുവിൽ സ്ഥാപിതമായ റെയിൽവേ സോണാണ് സൗത്ത് കോസ്റ്റ് റെയിൽവേ. ഇന്ത്യയിലെ ഏറ്റവും ഒടുവിൽ സ്ഥാപിതമായ റെയിൽവേ സോൺ സൗത്ത് കോസ്റ്റ് റെയിൽവേ. കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം നേവി മുംബൈ ആണ്. ബെലാപ്പൂർ ഭവൻ നേവി മുംബൈ. കൊങ്കൺ റെയിൽവേയുടെ ആസ്ഥാനം ബെലാപ്പൂർ ഭവൻ. ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ പേര്. ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ പേരെന്തായിരുന്നു? ഗ്രേറ്റ് ഇന്ത്യൻ പെനിൻസുലാർ റെയിൽവേ. ഗ്രേറ്റ് ഇന്ത്യൻ പെനിൻസുലാർ റെയിൽവേ എന്നതായിരുന്നു ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ പേര്. ഗ്രേറ്റ് ഇന്ത്യൻ പെനിൻസുലാർ റെയിൽവേ. മെട്രോ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആര്? മെട്രോ മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് ഈ ശ്രീധരനാണ്. ഈ ശ്രീധരനാണ് മെട്രോ മാൻ ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ നിലവിൽ വന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ നിലവിൽ വന്നത് എവിടെയാണ്? കൊൽക്കത്തയിലാണ്. കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ നിലവിൽ വന്നത്. ഇന്ത്യയിലെ രണ്ടാമത്തെ മെട്രോ റെയിൽവേ നിലവിൽ വന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ആദ്യം വന്നത് കൊൽക്കത്തയിലാണ്. രണ്ടാമത്തെ മെട്രോ റെയിൽവേ നിലവിൽ വന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത മെട്രോ ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത മെട്രോ ന്യൂഡൽഹിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത മെട്രോ ന്യൂഡൽഹി. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ ആണ് നമ്മ മെട്രോ ബംഗളൂരു. നമ്മ മെട്രോ ബംഗളൂരു ആണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ. ഇന്ത്യയിൽ ഇന്റർനെറ്റ് റെയിൽ റിസർവേഷൻ ആരംഭിച്ച വർഷം. ഇന്ത്യയിൽ ഇന്റർനെറ്റ് ട്രെയിൻ റിസർവേഷൻ ആരംഭിച്ച വർഷം ഏതാണ്? 2002 ഇന്ത്യയിൽ ഇന്റർനെറ്റ് ട്രെയിൻ റിസർവേഷൻ ആരംഭിച്ചത് 2002 മുതലാണ്.
ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്ക് സഹായം നൽകുന്ന രാജ്യം ജപ്പാനാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിക്ക് സഹായം നൽകുന്നത് ഏത് രാജ്യമാണ്? ജപ്പാനാണ്. വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യത്തെ ട്രെയിൻ രാജധാനി എക്സ്പ്രസ് ആണ്. രാജധാനി എക്സ്പ്രസിലാണ് വൈഫൈ സംവിധാനം ആദ്യമായിട്ട് ഏർപ്പെടുത്തിയത്. വൈഫൈ സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യത്തെ ട്രെയിനാണ് രാജധാനി എക്സ്പ്രസ്. ഇന്ത്യയിലെ ആദ്യത്തെ കോർപ്പറേറ്റ് ട്രെയിൻ തേജസ് എക്സ്പ്രസ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ കോർപ്പറേറ്റ് ട്രെയിൻ ഏതാണ്? തേജസ് എക്സ്പ്രസ് ആണ്. തേജസ് എക്സ്പ്രസ്. ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ ഇലക്ട്രിക് ട്രെയിൻ ഏതാണ്? ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ ഡെക്കാൻ ക്യൂൻ. ഡെക്കാൻ ക്യൂൻ ആണ് ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ. ഗ്രാമീണ മേഖലയിൽ ചികിത്സാ സഹായം എത്തിക്കുന്നതിനുള്ള ട്രെയിൻ സർവീസ്. ഗ്രാമീണ മേഖലയിൽ ചികിത്സാ സഹായം എത്തിക്കുന്നതിനുള്ള ട്രെയിൻ സർവീസ് ലൈഫ് ലൈൻ എക്സ്പ്രസ് ആണ്. ലൈഫ് ലൈൻ എക്സ്പ്രസ്. ഗ്രാമീണ മേഖലയിൽ ചികിത്സാ സഹായം എത്തിക്കുന്നതിനുള്ള ട്രെയിൻ സർവീസ് ആണ് ലൈഫ് ലൈൻ എക്സ്പ്രസ്. മദൻ മോഹൻ മാളവിയോടുള്ള ആദരസൂചകമായി ആരംഭിച്ച ട്രെയിൻ സർവീസ് ഏതാണ്? മഹാമാന എക്സ്പ്രസ്. മഹാമാന എക്സ്പ്രസ് ആരോടുള്ള ആദരസൂചകമായിട്ടാണ് നിർമ്മിച്ചത്? മദൻ മോഹൻ മാളവ്യ. മദൻ മോഹൻ മാളവിയോടുള്ള ആദരസൂചകമായിട്ട് ആരംഭിച്ച ട്രെയിൻ സർവീസ് ഏതാണ്? മഹാമാന എക്സ്പ്രസ്. ശതാബ്ദി എക്സ്പ്രസ് ആരംഭിച്ചത് ഏത് വ്യക്തിയോടുള്ള ബഹുമാനാർത്ഥമാണ്? ശതാബ്ദി എക്സ്പ്രസ് ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റുവിനോടുള്ള ബഹുമാനാർത്ഥം ആരംഭിച്ചതാണ് ശതാബ്ദി എക്സ്പ്രസ്. ശതാബ്ദി എക്സ്പ്രസ് ആരോടുള്ള ബഹുമാനാർത്ഥമാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ലോക്കോ പൈലറ്റ് സുരേഖ യാദവ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ലോക്കോ പൈലറ്റ് ആരാണ്? സുരേഖ യാദവ്. സുരേഖ യാദവ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ലോക്കോ പൈലറ്റ്. ഇന്ത്യയിൽ റെയിൽവേയുടെ റൂട്ട് ദൈർഘ്യത്തിൽ ഏറ്റവും കൂടുതലുള്ള പാത ഏത്? ഇന്ത്യയിൽ റെയിൽവേയുടെ റൂട്ട് ദൈർഘ്യത്തിൽ ഏറ്റവും കൂടുതലുള്ള പാത ബ്രോഡ് ഗേജ് ആണ്. ബ്രോഡ് ഗേജ്. അടുത്ത ചോദ്യം, ബ്രോഡ് ഗേജിൽ പാളങ്ങൾക്കിടയിലെ അകലം എത്ര മീറ്റർ ആണ്? ബ്രോഡ് ഗേജിൽ പാളങ്ങൾക്കിടയിലെ അകലം 1.676 മീറ്റർ ആണ്. ബ്രോഡ് ഗേജിൽ പാളങ്ങൾക്കിടയിലെ അകലം എത്ര മീറ്റർ ആണ്? 1.676 മീറ്റർ. ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഹുബ്ബള്ളിയാണ്. ഏറ്റവും നീളം കൂടിയ റെയിൽവേ പ്ലാറ്റ്ഫോം ഹുബ്ബള്ളി, കർണാടക. കർണാടകയിൽ ഹുബ്ബള്ളിയിൽ ശ്രീ സിദ്ധാരൂഢ സ്വാമിജി സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമാണ് ഏറ്റവും നീളം കൂടിയ പ്ലാറ്റ്ഫോം. സ്വതന്ത്ര ഇന്ത്യയിലെ റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചത് ആര്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചത് ജോൺ മത്തായി ആണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? ജോൺ മത്തായി. ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിച്ചത് ഏത് വർഷമാണ്? ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിച്ചത് 1951 1951 ഇന്ത്യൻ റെയിൽവേ ദേശസാൽക്കരിച്ചത്. ഇന്ത്യയുടെ ജീവനാഡി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ റെയിൽവേ ആണ്. ഇന്ത്യയുടെ ജീവനാഡി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഇന്ത്യൻ റെയിൽവേ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? ഇന്ത്യൻ റെയിൽവേ ആണ്. കേന്ദ്ര റെയിൽവേ മന്ത്രിയായ ആദ്യത്തെ മലയാളി ജോൺ മത്തായി ആണ്. കേന്ദ്ര റെയിൽവേ മന്ത്രിയായ ആദ്യത്തെ മലയാളി ആര് എന്ന് ചോദിച്ചാൽ ജോൺ മത്തായി ആണ്. ജോൺ മത്തായി. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ഡിവിഷൻ പാലക്കാടാണ്. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ഡിവിഷൻ ഏതാണ്? പാലക്കാട്. കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ ഡിവിഷൻ ഏതാണ്? പാലക്കാട്. കേരളത്തിലെ 2 റെയിൽവേ ഡിവിഷനുകളാണ്. അവ ഏതൊക്കെയാണ്? തിരുവനന്തപുരം, പാലക്കാട്. കേരളത്തിലെ 2 റെയിൽവേ ഡിവിഷനുകൾ ഏതൊക്കെയാണ്? തിരുവനന്തപുരവും പാലക്കാടുമാണ്. റെയിൽവേ സർവീസ് ഇല്ലാത്ത കേരളത്തിലെ ജില്ലകൾ. റെയിൽവേ സർവീസ് ഇല്ലാത്ത കേരളത്തിലെ ജില്ലകളാണ് ഇടുക്കി, വയനാട് എന്നിവ. റെയിൽവേ സർവീസ് ഇല്ലാത്ത കേരളത്തിലെ ജില്ലകളാണ് ഇടുക്കി, വയനാട് എന്നിവ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകളുള്ള ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകളുള്ള ജില്ല തിരുവനന്തപുരം ജില്ലയാണ്. തിരുവനന്തപുരം ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകളുള്ള ജില്ല. കേരളത്തിലെ ആദ്യത്തെ മെട്രോ നിലവിൽ വന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ മെട്രോ കൊച്ചിയിലാണ് വന്നത്. കൊച്ചി മെട്രോ. കേരളത്തിലെ ആദ്യത്തെ മെട്രോ നിലവിൽ വന്നത് എവിടെയാണ്? കൊച്ചിയിലാണ്.
കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ പാത ഏതാണ്? എറണാകുളം ഷൊർണൂറാണ്. എറണാകുളം ഷൊർണൂറാണ് കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ പാത. കേരളത്തിലെ ആദ്യത്തെ ഇലക്ട്രിക് ട്രെയിൻ പാത ഏതാണ്? എറണാകുളം ഷൊർണൂർ. കേരളത്തിൽ ആദ്യമായിട്ട് ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച റെയിൽവേ ഡിവിഷൻ ഏതാണ്? കേരളത്തിൽ ആദ്യമായിട്ട് ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച റെയിൽവേ ഡിവിഷൻ തിരുവനന്തപുരമാണ്. കേരളത്തിൽ ആദ്യമായിട്ട് ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ ഡിവിഷനാണ് തിരുവനന്തപുരം. കേരളത്തിലെ റെയിൽവേ സിറ്റി എന്നറിയപ്പെടുന്ന നഗരം ഷൊർണൂറാണ്. കേരളത്തിലെ റെയിൽവേ സിറ്റി എന്നറിയപ്പെടുന്ന നഗരം ഏതാണ്? ഷൊർണൂർ. മെട്രോ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് E ശ്രീധരനാണ്. ഇന്ത്യൻ റെയിൽപാത വഴി ബന്ധിപ്പിച്ചിട്ടില്ലാത്ത ഏക സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ റെയിൽപാത വഴി ബന്ധിപ്പിച്ചിട്ടില്ലാത്ത ഏക സംസ്ഥാനം സിക്കിമാണ്. ഇന്ത്യയിൽ റെയിൽപാത വഴി ബന്ധിപ്പിച്ചിട്ടില്ലാത്ത ഏക സംസ്ഥാനമാണ് സിക്കിം. ഇന്ത്യൻ റെയിൽവേയുടെ ആപ്തവാക്യം രാഷ്ട്രത്തിന്റെ ജീവരേഖ അല്ലെങ്കിൽ ലൈഫ് ലൈൻ ഓഫ് ദ നേഷൻ എന്നതാണ് ഇന്ത്യൻ റെയിൽവേയുടെ ആപ്തവാക്യം. രാഷ്ട്രത്തിന്റെ ജീവരേഖ അല്ലെങ്കിൽ ലൈഫ് ലൈൻ ഓഫ് ദി നേഷൻ എന്നതാണ് ഇന്ത്യൻ റെയിൽവേയുടെ ആപ്തവാക്യം. ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹിയാണ് ഇന്ത്യൻ റെയിൽവേയുടെ ആസ്ഥാനം. മീറ്റർ ഗേജിൽ രണ്ടു പാളങ്ങൾക്കിടയിലെ അകലം എത്രയാണ്? മീറ്റർ ഗേജിൽ 1 മീറ്ററാണ്. മീറ്റർ ഗേജിൽ രണ്ടു പാളങ്ങൾക്കിടയിലുള്ള അകലം എത്രയാണ്? 1 മീറ്ററാണ്. നാരോ ഗേജിൽ രണ്ടു പാളങ്ങൾക്കിടയിലുള്ള അകലം എത്രയാണ്? 0.762 ആണ്. നമുക്കുള്ളത് ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ്, നാരോ ഗേജ് എന്നിവയാണ്. അതിൽ ബ്രോഡ് ഗേജ് നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു. എത്രയാണ്? 1.676 മീറ്റർ ആണ്. മീറ്റർ ഗേജിൽ ഡിസ്റ്റൻസ് വരുന്നത് 1 മീറ്റർ ആണ്. നാരോ ഗേജിൽ 0.762 മീറ്റർ ആണ്. ഇന്ത്യയിൽ റെയിൽവേ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചാണക്യപുരിയാണ്. ന്യൂഡൽഹിയിൽ ചാണക്യപുരിയിലാണ് ഇന്ത്യൻ റെയിൽവേ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ന്യൂഡൽഹിയിൽ ചാണക്യപുരി. ഇപ്പോൾ റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 50 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ നോക്കിയത്. മുഴുവൻ ക്വസ്റ്റ്യൻസും നോക്കിയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാം തന്നെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. സ്വന്തമായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക. റിവിഷൻ ടൈമിൽ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്